നമസ്കാരം. ഇന്ന് നമുക്ക് ചില്ലി പനീർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 200 ഗ്രാം പനീർ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 2 എണ്ണം, ഒരു സവാള ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ക്യാപ്സിക്കം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. ഞാനിവിടെ 2 കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. സോയ സോസ് 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 തണ്ട് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞത്, ചതച്ച മുളക് 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. നമ്മളിവിടെ അജിനോമോട്ടോ ഉപയോഗിക്കുന്നില്ല, അതിനു പകരമാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. വെള്ളം 200 മില്ലി. ചില്ലി പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുക, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുക, അതിലേക്ക് 1 നുള്ള ഉപ്പ് ചേർക്കുക. എടുത്തു വച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ പകുതി ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്യുക. അയഞ്ഞ പരുവത്തിൽ മിക്സ് ചെയ്യണം. കട്ടി ഒട്ടും തന്നെ കൂടാൻ പാടില്ല. ഈ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് പനീർ കഷ്ണങ്ങളെ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കുക. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ മാവ് പുരട്ടി വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സിനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പനീർ ക്യൂബ്സ് എല്ലാം ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചില്ലി മസാല തയ്യാറാക്കാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അജിനോമോട്ടോയ്ക്ക് പകരമാണ് നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത്. പഞ്ചസാര ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സവാള അരിഞ്ഞതിനെ ഇട്ടുകൊടുത്ത് വഴറ്റാം. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് വിനാഗിരി ചേർക്കുക. ടൊമാറ്റോ സോസിനെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സോയ സോസ്, കുരുമുളക് പൊടി, മുളക് ചതച്ചത് ഇവ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും അടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഹോട്ടലിൽ പോയി ചില്ലി പനീർ വാങ്ങുന്നതിന് പകരം എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. ചില്ലി പനീർ തയ്യാറായിട്ടുണ്ട്. ഗ്രേവിക്ക് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ തയ്യാറാക്കിയ മാവിനെ നമ്മുടെ പനീർ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമ്മുടെ ചില്ലി പനീർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.